ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെറുതെ വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ റീഡിംഗ് വാലിഡ് ആവുന്നവർക്ക് സ്വീകരിക്കാം, ഇല്ലാത്തവർക്ക് വിട്ടുകളയാം. കാർഡ് ഷഫിൾ ചെയ്യാണ്. ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. ഒരു തുടക്കത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ കരുതിയിട്ടുണ്ട് എൻഡ് സംഭവിച്ചു, എന്നാൽ തുടക്കത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഈ ഒരു ബന്ധം പുതുതായിട്ട് തുടങ്ങാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്. ഒരുപാട് ടാസ്കുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ആ പേഴ്സൺ തിരിച്ചു വരുന്നു എന്നാണ്. ഇവിടെ പ്രോസ്പെരിറ്റി ആണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള സ്റ്റെബിലിറ്റിയും നിങ്ങൾക്ക് വരുന്നുണ്ട്. ഡയറക്റ്റ് ഫോക്കസ് ആയിട്ട് കാർഡ് കാണിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് എന്ത് നോക്കാം. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. ഇവിടെ പ്രപഞ്ചമായിട്ട് തന്നെ നിങ്ങളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാകുന്നു എന്നാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. പവർഫുൾ വിഷനെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ശരിയാണെന്ന് പറയുന്നു. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ പോകുന്ന നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾ യൂണിവേഴ്സിനോട് കുറിച്ച് അടുത്തിരിക്കുകയാണ്. പ്രപഞ്ചം എന്നത് സത്യമാണ്. പ്രപഞ്ചത്തോട് നിങ്ങൾ ചോദിക്കുന്നത് യാഥാർത്ഥ്യമാകുമെന്നും സത്യമാണ്. ഓരോരോ അനുഭവങ്ങളാണ് ഓരോരോ മാർഗങ്ങളായിട്ട് മാറുന്നത്. നിങ്ങളിലെ അനുഭവമാണ് നിങ്ങളിലേക്ക് സാധ്യതകൾ കൊണ്ടുവരുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്താണോ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, അതിനുള്ള ആൻസർ ആണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ കണ്ടെത്തുന്നു. ഇവിടെ കിങ് ഓഫ് പെന്റക്കിളിന്റെ എനർജി. നിങ്ങളുടെ ജീവിത യാത്രയെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളിലേക്ക് വരുന്ന പുരോഗതിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. കിങ്ങിന്റെ എനർജിയാണ് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്നു. നിങ്ങളിലേക്ക് വരുന്ന ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബണ്ടൻസിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ലീഡർഷിപ്പിനെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങളുടെ കരിയറിൽ ഒരുപാട് പ്രോഗ്രസ് ആണ് ഉണ്ടാകുന്നത്, അബണ്ടൻസ് ആണ് ഉണ്ടാകുന്നത്, സക്സസ് എന്താണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ആത്മമിത്രം എന്ന് യൂണിവേഴ്സ് പറയുന്നു. നൈൻ ഓഫ് വാൻസിന്റെ എനർജി നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്കായിട്ട് ആക്ഷൻ എടുക്കുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്നു. അവരിലെ ഫൈനൽ പുഷിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ പേഴ്സണ് ഇന്ന് അവർ ഒറ്റയ്ക്കായതുപോലെ ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുകയാണ്. ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നിങ്ങളെന്ന വാണ്ടിനെയാണ് അവർ മുറുകെ പിടിച്ചിരിക്കുന്നത്. നിങ്ങളെ ഒരുപാട് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് അവർ മോട്ടിവേഷൻ എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഡിഫിക്കൽട്ടീസിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇന്ന് അവരെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാർഡ് പറയുന്നത്. ആക്ഷൻ എടുക്കാണ് യൂണിവേഴ്സ്. നിങ്ങളിലേക്ക് അവരുടെ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണ് തരുന്നത്. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് വേണമെന്നാണ്. അതെ, 10 ഓഫ് പെന്റക്കിൾ ഇവിടെ ഫ്യൂച്ചർ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുമൊത്തുള്ള നല്ല ജീവിതത്തെ അവർ പദ്ധതിയിടുന്നു, ആഗ്രഹിക്കുന്നു. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ അബണ്ടൻസ് എന്നാണ്.
ഇവിടെ നിങ്ങളിലേക്കുള്ള പുരോഗതി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമല്ല, നിങ്ങളുടെ ജീവിതവും എല്ലാ രീതിയിലും പുരോഗതിയിലേക്ക് എത്താണ്. ഇവിടെ അവർ ആഗ്രഹിക്കുന്ന നിങ്ങളിലേക്ക് എത്താൻ തന്നെയാണ്. നിങ്ങൾക്ക് ആ സ്നേഹം തിരിച്ചു തരുവാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ 8 ഓഫ് വാൺസിന്റെ എനർജി റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ് ഈ ബന്ധത്തിൽ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഇന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മനസ്സിലാക്കാണ്. അവർക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ പോകുന്നു. അവർക്ക് അവരുടെ ഡയറക്ഷൻ തന്നെ നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുകയാണ്. ശരിയായ ദിശ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് കാർഡ് പറയുന്നത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളേക്ക് എത്തിയാൽ മാത്രമേ അവർ ആഗ്രഹിക്കുന്ന ജീവിതം സാധ്യമാകൂ എന്ന് തന്നെയാണ്. നിങ്ങളെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ചെയ്ത തെറ്റ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവരുടെ മനപ്രയാസത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നു. സിക്സ് ഓഫ് സോർട്സിന്റെ എനർജി നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ്. നിങ്ങളുടെ ട്രാൻസിഷനെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഹെൽപ്പ് അറൈവിംഗ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ വേദനിച്ചിരുന്ന നിമിഷങ്ങളിലേക്ക് മാറ്റമാണ് കാണിക്കുന്നത്. ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളെയും അവരെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് വ്യക്തികളുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ ഇന്ന് അവരെ ചേസ് ചെയ്ത് പോകുന്നൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് തന്നെയാണ് ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് സംഭവിക്കുന്നത്, മാറ്റം സംഭവിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇവിടെ ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ്. അതും റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കും അവരിലുമുള്ള കോൾഡ് കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത്, ഗ്യാപ്പിനെയാണ് കാണിക്കുന്നത്. ഇവിടെ വൈസ് ലീഡറെ പോലെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഇമോഷൻസിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെയല്ല വേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിലെ പ്രോഗ്രസ് ആണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇത് നിങ്ങളും അവരും സെപ്പറേഷനിലായ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് നിങ്ങളിലേക്ക് ഈ ഒരു സ്വാതന്ത്ര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റിയും കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. തെറ്റിദ്ധരുത്തിക്കൊണ്ട് അവർ വരുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നിങ്ങൾ ഇനി മാറാൻ പാടില്ല. ഒരാൾക്കും അടിമപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങളുടേതായ ആവശ്യങ്ങളുണ്ട്. ഇനി നിങ്ങളുടെ ആവശ്യം കൂടി നിങ്ങൾ പറയണം, നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ നേടണമെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. തീരുമാനം നിങ്ങളുടെയാണ്. അവ വരുമ്പോൾ വരട്ടെ, തീരുമാനം നിങ്ങളുടെയാണ്. കിങ് ഓഫ് വാൻഡ്സ് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ തീരുമാനത്തെ തന്നെയാണ് കാണിക്കുന്നത്. രാജാവിനെ പോലെ തീരുമാനമെടുക്കുന്നു എന്നാണ്, ഉറച്ച തീരുമാനമെടുക്കുന്നു എന്നാണ്, നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നു എന്നാണ്. അവർക്ക് നിങ്ങളില്ലാതെ ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെന്ന വാണ്ടിനെ അവർ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഇവിടെ നാച്ചുറൽ ബോണ്ട് ലീഡറെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഈ ബന്ധത്തിൽ സക്സസ് എന്നാണ് പറയുന്നത്. അവരുടെ ലൈഫിൽ എല്ലാ രീതിയിലും പ്രകാശം, ഫയർ എന്ന് പറയുന്നത് നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ഒരക്കൽ ഡെക്ക് എടുക്കാം. അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യത്തെ നമുക്ക് നോക്കാം. ഹാബിറ്റ്സ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. നമ്മൾ എപ്പോഴെങ്കിലും മാറുമോ എന്ന് എനിക്കറിയില്ല. അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളത് തന്നെയാണ്, അതിലൊരു കുറവും കാണുന്നില്ല. എന്നാൽ അവർ ചിന്തിക്കുന്നത് അവർ തെറ്റ് ചെയ്തുകൊണ്ടാണ് മാറിപ്പോയിട്ടുള്ളത്. ഇനി മാറ്റം സംഭവിക്കുമോ, നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുമോ എന്നാണ്. മിസ്റ്റേക്സ്, ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. എന്റെ തെറ്റുകൾ തിരുത്താനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്.
അതെ, അവർ തന്നെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളത്. അതവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാർഡ് പറയുന്നത്. 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഹോൾഡിംഗ് ബാക്ക്. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. ഞാൻ എന്നെ തന്നെ കൂടുതൽ നന്നായിട്ട് പ്രകടിപ്പിക്കണമായിരുന്നു എന്നവർ പറയാണ്. അപ്പോ ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളത് നിങ്ങളാണ്. അവര് നിങ്ങളോട് അവരുടെ സ്നേഹം പോലും മര്യാദയ്ക്ക് പ്രകടിപ്പിച്ചിട്ടില്ല. കുറച്ചും കൂടി പ്രകടിപ്പിക്കണമായിരുന്നു. ഈ സ്നേഹത്തെ നഷ്ടപ്പെടുത്തിയത് ഞാൻ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവാണ് അവരിൽ സംഭവിച്ചിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു കാർഡാണ്. ഐ സീ യുവർ സൈഡ് ഓഫ് ദി സ്റ്റോറി. അപ്പോൾ നിങ്ങളുടെ വശം അവർ കാണുന്നു എന്നാണ്. നിങ്ങൾ എത്ര കണ്ട് വേദനിച്ചിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്ന സാഹചര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഹോപ്പ് എന്നുള്ളൊരു കാർഡാണ്. ഐ ഹാവ് ഗിവൻ അപ്പ് ഓൺ അസ് യെറ്റ്. ഞാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല, ഇന്നും നിങ്ങൾ എന്റെ മനസ്സിലുണ്ടെന്ന് അവർ പറയാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല അല്ലേ? അല്ലേ? സാധ്യത തന്നെയാണ് കാണിക്കുന്നേ. അവർ കൈവിട്ടിട്ടില്ല എന്ന് പറയാണ്. ഇവിടെ ഓവർവെൽമഡ് എന്നുള്ള കാർഡാണ്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഡ്രെയിനിങ് മീ. ഈ സെപ്പറേഷനിലുള്ള സമ്മർദ്ദം ഉണ്ടല്ലോ, അവരെ ഇല്ലാതാക്കുന്നു, പറ്റിക്കുന്നു എന്നാണ്. അപ്പൊ നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് അവർ അത്രയ്ക്ക് ഇങ്ങോട്ട് സന്തോഷിക്കുന്ന നിമിഷമൊന്നായിട്ടല്ല കാണിക്കുന്നത്. തിരിച്ചറിവ് തന്നെയാണ്. നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പ്രസൻസ് തന്നെയാണ് അവർ ഇന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നത്. സ്പേസ്, നിങ്ങൾ എനർജിയാണ്. ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. നിങ്ങൾ പറയുന്നത് എനിക്ക് കുറച്ചും കൂടി സമയം വേണം. നിങ്ങൾ എന്നിൽ നിന്ന് ഉപേക്ഷിച്ച് പോകുമ്പോൾ ഞാൻ എത്രയുണ്ട് വേദനിച്ചിരുന്നു. ഇന്ന് എനിക്ക് കുറച്ചും കൂടി ചിന്തിക്കാനായിട്ട് സമയം വേണം. നിങ്ങൾ ഇനി പോവില്ല എന്ന് എന്താ ഉറപ്പ്? നിങ്ങളുടെ എനർജിയാണ്. ഡെസ്റ്റിനി, ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദി റൈറ്റ് പാത്ത്. ശരിയായ വഴി കണ്ടെത്താനായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് കാർഡ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർക്കെല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ നിങ്ങളൊന്ന് മോൺ ചെയ്ത് പോയിട്ടുള്ളത്? അവിടെയൊക്കെ നഷ്ടങ്ങളാണ് അവർക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ തിരിച്ചു അവരുടെ ലൈഫിലേക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന എനർജി തന്നെയായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇറപ്ലേസബിൾ. ദ വേ യു ലവ് can now be matched. നിങ്ങൾക്ക് പകരമാവാനായിട്ട് മറ്റാർക്കും സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന എനർജി തന്നെയായിട്ട് കാണിക്കുന്നേ. നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റ് ആയിട്ട് റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.